Hi, good afternoon. Good afternoon, teacher. Good afternoon, Miss. രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നല്ലോ നേരത്തെ ക്ലാസ്സിൽ. പോയാ ടീച്ചർ ഇപ്പൊ വരും. വരുമായിരിക്കും അല്ലേ? സൗണ്ട് ക്ലിയർ ആണോ? എന്റെ Clear, Miss. സൗണ്ട് ഇത്തിരി കുറവാണ്. ഹലോ, ഇപ്പൊ നല്ല സൗണ്ട് ഉണ്ടാ? നല്ല സൗണ്ടാ. ഓക്കെ, വായിച്ചു നോക്കിയാ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ടോപ്പിക്കാണ് എടുത്തത്, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് എന്താണ് വേസ്റ്റ് എന്ന് പറയുന്നത്? അതായത് സ്പിൽഡ് ഓർ ലീക്ക്ഡ് ഫോം ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, അതായത് എന്തെങ്കിലും തരത്തില് ലീക്കായിട്ട് അല്ലെങ്കിൽ സ്പില്ലേജ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റുകൾ. നമ്മുടെ എന്താ പറയാ, ഹോസ്പിറ്റൽസിലാവുമ്പോൾ ലിക്വിഡ് ഫോമിലോ ഗ്യാസ് ഫോമിലോ ഒക്കെ പല ഒബ്ജക്ട്സും എന്ത് ചെയ്യാം, ഇങ്ങനെ ലീക്ക് ചെയ്യാം. അത് സ്പെഷ്യൽ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ സ്പ്രെഡ് ആകാത്ത രീതിയിൽ, അത് എൻവയോൺമെന്റിലേക്ക് പൊല്യൂട്ടഡ് ആകാത്ത രീതിയിലൊക്കെ അതിനെ എന്താ പറയാ നമുക്ക് കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ളതാണ് സ്പില്ലേജ് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വാട്ട് ആർ ദ റിസ്ക് ആൻഡ് ഹസാർഡ്സ്, ഈ പറയുന്ന സ്പില്ലേജ് കൊണ്ട് അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ അപകടങ്ങൾ അതിന്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓരോ രീതിയിലും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, കെമിക്കൽ എക്സ്പോസർ ആകാൻ സാധ്യതയുണ്ട്, ഇഞ്ചുറീസ് ഒന്നുകൂടി ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഇഞ്ചുറീസിലൊക്കെ ഗ്ലാസ് ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ പൊട്ടിയൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, ഇഫ് എനി പേഷ്യന്റ് വിത്ത് സം ഇഞ്ചുറി come across these materials, ഇത്തരം ഒബ്ജക്ട്സിലൊക്കെ ചവിട്ടോ അവരുടെ ശരീരത്തിലേക്ക് ഈ ഒരു ചെറിയ ഒബ്ജക്ട് ചെറുതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ആ ഇഞ്ചുറി കൂടുതൽ അതിന്റെ ഇൻഫ്ലമേഷൻസ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഇഞ്ചുറി കൂടുതൽ മോശം കണ്ടീഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ റേഡിയേഷൻ എക്സ്പോസർ, എക്സ്റേസ് പോലെയുള്ള എന്താ പറയാ റേസ്, അതായത് റേഡിയോ ഐസോടോപ്സ്, റേഡിയോഗ്രഫി ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട കുറെ എന്താ പറയാ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട് ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഇതൊക്കെ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്, അത് ഉപയോഗത്തിൽ ഇല്ലാത്ത സമയത്ത് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് സൂക്ഷിക്കണം. അതൊക്കെ ലോക്ക്ഡ് ആയിട്ടുള്ള റൂംസിലോ അങ്ങനെയൊക്കെ. ഇനി അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ വേസ്റ്റുകളെ ഏത് രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയൊക്കെ ചെയ്യാം. അത് എൻവയോൺമെന്റൽ പൊല്യൂഷനും അതുപോലെ തന്നെ റിസ്ക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സോഴ്സസ് ഓഫ് ലീക്കേജ്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സോഴ്സുകളാണ് ലീക്കേജിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുമ്പോൾ, അതായത് സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ കയറി കിടക്കുന്ന മെഡിക്കൽ ഓപ്പറേഷൻ ആരെയാണോ ചെയ്യുന്ന പ്രൊസീജിയർ നടക്കുന്ന പേഷ്യൻസിൽ നിന്നും പുറപ്പെടുന്ന ഒരുപാട് എന്താ പറയാ സെക്രഷൻസ് ആകാം, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആകാം, ബ്ലഡ് ആകാം, ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ ഡയാലിസിസ് ഒക്കെ നടത്തുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റേജ് വരാൻ സാധ്യതയുണ്ട്. അതൊരു സോഴ്സ് ആണ്. ലബോറട്ടറി ടെസ്റ്റിംഗിൽ നടത്തുന്ന സമയത്ത് ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ ഏതെങ്കിലും കണ്ടെയ്നറിൽ നമ്മൾ കൊടുക്കുന്നു, യൂറിൻ ആയിക്കോട്ടെ ബ്ലഡ് അവർ എടുക്കുന്നതായിക്കോട്ടെ, പക്ഷേ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ടു സം അതർ ഒബ്ജക്ട്സ്. അതിനെ മറ്റ് ഏതെങ്കിലും ഒബ്ജക്റ്റിലേക്ക് ഇപ്പൊ അവർക്ക് തിൻ ഗ്ലാസ്സിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും അതൊക്കെ എന്താകാം, സ്പില്ലേജ് ആകാൻ, ലീക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ചാടി പോകാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ടെസ്റ്റിംഗ് സമയത്തും അത് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഇവിടെ മാത്രമല്ല ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുക, ഓഫ് സൈറ്റിലൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ട അവരുടെ ടെക്നിക്ക് അതിന് യൂസ്ഫുൾ അവരുടെ കയ്യിലില്ല, അതിന്
എന്താ പറയാ നെസസറി ആയിട്ടുള്ള ടെക്നോളജി ഇല്ല എങ്കിൽ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ട്രാൻസ്ഫറിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും വേസ്റ്റേജ് വരാൻ സാധ്യതയുണ്ട്. മെയിൻ്റെനൻസ് ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ് കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അങ്ങനെയും പലതരത്തിൽ വേസ്റ്റുകളൊക്കെ വരാനായിട്ട് സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സോഴ്സസ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ വരെ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് കൂടുതൽ പ്രാവശ്യം പറഞ്ഞു എന്ന് മാത്രം. വേസ്റ്റ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അധികം അങ്ങോട്ട് നമുക്ക് കുറെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ പിന്നെ നിങ്ങൾക്കത് ക്ലിയർ ആകും പറയുമ്പോഴേക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്കിന്ന് അടുത്ത എന്താ പറയാ ഹെഡിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സോഴ്സസ് ഓഫ് ലീക്കേജ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ തരത്തിലുണ്ടെന്ന്, ഏതൊക്കെ തരം, ഏതൊക്കെ ടൈപ്പ് കൈൻഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. പല രീതിയിലുള്ള എന്താ പറയുക വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, അതായത് ഓരോന്നും ഓരോ ആവശ്യങ്ങൾക്ക് രീതിയിൽ പ്രത്യേക രീതിയിലായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. എല്ലാത്തിനെയും ഒരേപോലെയല്ല ഹാൻഡിൽ ചെയ്യുക. ഓരോ ടൈപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസും അതിന്റെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ബ്ലഡ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ വേസ്റ്റ് വരികയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ ഗ്ലാസ് പാർട്ടിക്കിൾസ് പോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയാ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ, ഒക്കെ എല്ലാം ഒരുപോലെയല്ല, ഒക്കെ ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡും അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പലതരത്തിലുള്ള ഫ്ലൂയിഡുകളും. ഒത്തിരി ഫ്ലൂയിഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ വേസ്റ്റ് തന്നെയാണ്. കെമിക്കൽസ് വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തിരിക്കുന്ന സമയത്ത് അത് വേസ്റ്റ് അല്ല. ശരീരത്തിൽ നിന്ന് വല്ല പ്രൊസീജിയേഴ്സോ മറ്റു രീതിയിലോ മുറിവായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോ ആ വ്യക്തിയുടെ പേഷ്യന്റിന്റെ ബ്ലഡിനകത്തും പലതരത്തിലുള്ള രോഗാണുകൾ ഉണ്ടാകും ബ്ലഡിനകത്തും. ഓക്കെ, അപ്പൊ അത് പുറത്തേക്കൊക്കെ വേസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന രീതിയിലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വെൻ വി ഹാൻഡിൽ വിത്ത് ഇറ്റ്, അതുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് രോഗങ്ങളൊക്കെ നമ്മളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ശരീരത്തിന്റെ ചെറുപ്പിൽ കൂടി പോകുന്ന ബ്ലഡ് എല്ലാം വേസ്റ്റ് ആണെന്നല്ല പറഞ്ഞത് കേട്ടോ. ബ്ലഡ് വേസ്റ്റ് ആകുന്ന സമയം എന്ന് പറയുന്നത് when the patient reaches the hospital with any kind of disease or illness, ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയാ എപ്പിഡമിക് സൃഷ്ടിക്കാൻ തക്ക രീതിയിലുള്ള രോഗങ്ങളായിട്ട് പേഷ്യൻസ് വരാം. എന്ന് പകർച്ചവ്യാധികൾ ഉണ്ടാക്കാൻ പറ്റിയതേ, അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാകാം. സാധാരണ ഉണ്ടാകുന്ന വൈറൽ ഫീവേഴ്സും ആയിട്ടുള്ള രോഗികൾ ഉണ്ടാകാം. വിച്ച് ടൈപ്പ് ഓഫ് പേഷ്യന്റ് അത് ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെ. അപ്പൊ അവര് ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന പേഷ്യന്റിന്റെ ബ്ലഡ് പുറത്തേക്ക് അത് വേസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് അപകടകാരിയാണ്. കാരണം അത് ഒരുപാട് ആളുകളിലേക്ക് അതിൽ നിന്നുണ്ടാകുന്ന രോഗകാരികൾ അല്ലെ അതെന്ത് ചെയ്യാം സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ പാത്തോജൻസ്, ബ്ലഡ് ബോൺ പാത്തോജൻസ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് രോഗകാരികൾ ബ്ലഡിനകത്തുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ഏതെങ്കിലും കോണ്ടാക്റ്റിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഇൻജൂറിയസ് ഓർ ഹാംഫുൾ ടു അവർ ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിനത് ഇൻജൂറിയസ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അതാണ്. അപ്പൊ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ വേസ്റ്റ് ആണ്. പിന്നെ കെമിക്കൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് ആർ യൂസ്ഡ് ഇൻ ലബോറട്ടറി. പല പ്രൊസീജിയേഴ്സ് നടത്താനോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ലബോറട്ടറിയിൽ പല തരത്തിലുള്ള ഡയഗ്നോസിസ്, പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി പല കെമിക്കൽസ് ഒക്കെ അവർ മിക്സ് ചെയ്യും. അപ്പൊ അത്തരം കെമിക്കൽസ് ഒക്കെ ലീക്ക് ചെയ്താല് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് പോയാല് അതും അവിടെയുള്ള സ്റ്റാഫ്സിനും വർക്കേഴ്സിനും അതുപോലെ പേഷ്യൻസിനെയും ഒരുപോലെ അത് ഹാർംഫുൾ ആയിട്ട് ബാധിക്കും. ദെൻ ഷാർപ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, സ്മോൾ ഷാർപ്പ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉടങ്ങിയൊക്കെ പോയി ടെസ്റ്റ് ട്യൂബുകളൊക്കെ ഉടങ്ങി പോയി അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിരിച്ചിരി കിടന്ന് ഇഫ് എനി പേഷ്യന്റ് റീച്ചസ് വിത്ത് ഹ്യൂജ് ഇഞ്ചുറി, വലിയൊരു മുറിവായിട്ട് അവിടെ എത്തിയിരിക്കുന്ന ഒരു പേഷ്യന്റ് ഇത്തരം ഗ്ലാസ് ഷാർപ്പ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അവരുടെ ആ ഇഞ്ചുറിയിലേക്ക് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം വേഴ്സ് അല്ലെ. അതെന്താകും ഭയങ്കര മോശമായിട്ടുള്ള കണ്ടീഷൻസ് ഇൻഫർമേഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. സോ അനദർ ടൈപ്പ് ഓഫ് വേസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് ഈസ് ഷാർപ്പ്. ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൂർച്ചയേറിയത്
അത് കട്ട് ചെയ്യാൻ പറ്റുന്നത്, മുറിവുണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്. റേഡിയോ ഐസോടോപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ എക്സ്റേസ് അല്ലെ. എക്സ്റേ പോലെയുള്ള എന്താ പറയാ ഡയഗ്നോസിസ് നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള വോൾട്ടേജ് ആക്സലറേഷൻ ഉപയോഗിച്ചിട്ടുള്ള റേസുകളുണ്ട്. എന്താ പറയാ ആവശ്യമില്ലാതെ വേസ്റ്റ് ആയിട്ടൊക്കെ പുറത്തേക്ക് പോയിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരം തന്നെയാണ്. കൂടുതൽ എക്സ്റേസ് എടുക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നു, ചില കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴ്ചയും ഒടിയും ചകവൊക്കെ ഒരുപാട് എക്സ്റേസ് എടുക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും അല്ലെ, പ്രതിരോധിച്ച് നിൽക്കും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് എന്തിനും ഒരു പരിധി ഉണ്ടല്ലോ, അതിനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പല രീതിയിലും അതിന്റെ സിംറ്റംസ് പുറത്തേക്ക് വരും. അപ്പൊ ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ബാഡ് അല്ലെ. എന്ത് സാധനമായാലും എന്താ പറയാ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിക്ക്. അപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വെൻ ഈസ് വേസ്റ്റ് ഷുഡ് ബി, അതും ഒരു വലിയ വേസ്റ്റ് തന്നെയാണ്. പിന്നെ ഓർഗാനിക് മെറ്റീരിയൽസ്. ഹോസ്പിറ്റൽസിൽ ഒത്തിരി ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ ദ റിസർച്ച് പർപ്പസ്, അതായത് ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് നടക്കാനോ അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിനോ വേണ്ടിയിട്ട് ഒത്തിരി ഓർഗാനിക് മെറ്റീരിയൽസ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. സച്ച് ആസ് മൈക്രോ ഓർഗാനിസം, സച്ച് ആസ് ബാക്ടീരിയ, വൈറസ് എക്സെട്ര അല്ലെ. വൈറസുകൾ, ബാക്ടീരിയകളൊക്കെ അവരുടെ റിസർച്ചുകൾക്ക് വേണ്ടി. ഇപ്പൊ നമ്മുടെ കൊറോണയൊക്കെ വന്നു അല്ലെ, കൊറോണ എന്ന് പറയുന്ന ഒരു ഡിസീസ് വന്നു. ആ പേര്, ആ രോഗത്തിന്റെ ആ പേര് നമ്മൾ അറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് അല്ലെ, ഒരു വൈറസ് ആണ് ആ കൊറോണ എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ അത് അറിയപ്പെടുന്നു എന്നുള്ളൂ. അപ്പൊ ആ ഒരു വൈറസ് അത് നല്ലതാണോ നമ്മുടെ ശരീരത്തിൽ? അല്ല. അത് വന്ന് കയറി പിടിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അസുഖം ഇങ്ങനെ എപ്പിഡമിക് ആയിട്ട് സ്പ്രെഡ് ചെയ്തത്. അപ്പൊ ഒരുപാട് ബാക്ടീരിയാസും വൈറസസും ദേ ഹാവ് ടു ഡീൽ വിത്ത് ഫോർ ദ റിസർച്ച് പർപ്പസ് ഓർ ഡയഗ്നോസിസ് പർപ്പസ്. ഡയഗ്നോസിസ് പർപ്പസിനും റിസർച്ച് പർപ്പസിനും ഇത്തരം സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ബട്ട് അങ്ങനെയാണെങ്കിൽ കൂടി വൈൽ വി ആർ ഹാൻഡിലിംഗ് വിത്ത് ഇറ്റ്, അതിനെ വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഷുഡ് ബി ടേക്കൺ വളരെ എന്താ പറയാ കെയർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് അതിനതുമായിട്ട് ഡീൽ ചെയ്ത് എടുക്കുക. അപ്പൊ ഓർഗാനിക് മെറ്റീരിയൽസ് ആണെങ്കിൽ കൂടി ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ് വിത്ത് കെയർ. വളരെ കെയറോടുകൂടി തന്നെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് spillage wastage in hospital. And the other one is, and the അവസാനത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഈ പറയുന്ന കൂട്ടത്തിലൊന്നും പെടാത്തത്, അതായത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ല, കെമിക്കൽസ് അല്ല, ഷാർപ്സ് അല്ല, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ല, മറ്റു തരത്തിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസും അല്ല എന്നുള്ള രീതിയിൽ വേറെയും there are different types of dangerous materials which are used in the hospitals. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഇത് എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഉദാഹരണത്തിന് മെർക്കുറി ആൻഡ് ലെഡ്, അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അതാണ്. യൂസ്ഡ് ഇൻ മെഡിക്കൽ എക്യുപ്മെന്റ്, അത് നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറെ, അതായത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ഉപകരണങ്ങൾ. നമ്മുടെ തെർമോമീറ്റർ, അതിനകത്ത് മെർക്കുറി ആണ്, അത് നമ്മുടെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കൂടുതൽ എന്താ പറയാ മോഡേണൈസ്ഡ് ആയിട്ടുള്ള പനി നോക്കുന്നത് നാവിനടിയിൽ ആ ഒരു തെർമോമീറ്റർ വെച്ചിട്ടാണ്. അപ്പൊ മെർക്കുറി ആ നമ്മളുടെ അത് ഇങ്ങനെ അങ്ങോട്ട് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. അത് നോക്കിയിട്ടാണ് ഡിഗ്രി ലെവൽ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിന്റെ ഡിഗ്രി ഉണ്ട് ഫീവർ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക് ഒക്കെ വന്നു. ഇപ്പൊ വിരലിലൊക്കെ ഇങ്ങനെ വെക്കുന്ന രീതിയിലുള്ളത് അതിന്റെ ടെമ്പറേച്ചർ നോക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അത്തരം സാധനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ അകത്തുള്ളത് മെർക്കുറിയാണ്. അതുപോലെ തന്നെ ലെഡ്, അവർ ഹാൻഡിൽ ചെയ്യുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വല്ല ഷാർപ്സോ നൈഫ്സോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ മെറ്റീരിയൽ ആണ് ലെഡ് എന്ന് പറയുന്നത്. അതൊക്കെ ഈ എക്യുപ്മെന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉണ്ടാക്കി വെച്ചത്. അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിപ്പോയതോ മുറിഞ്ഞു പോയതോ ഒടിഞ്ഞു പോയതോ ചതഞ്ഞു പോയതോ ഒക്കെ ആണെങ്കിൽ അത് ഒക്കെ സ്പ്രെഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ലീക്ക് ചെയ്തോ അല്ലെങ്കിൽ തോന്നിയ രീതിയിലൊക്കെ അവിടെ ഇവിടെ വേസ്റ്റ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അതും എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭയങ്കര അപകടം നിറഞ്ഞ സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റൽസിൽ. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, ഓർഗാനിക് മെറ്റീരിയൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അവർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് മെർക്കുറി ആൻഡ് ലെഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ മെർക്കുറി ആൻഡ് ലെഡ് എന്ന് പറയുന്നത് നമ്മളുടെ അവര് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന് അകത്തുള്ളതാണ്. അത് കഴിക്കാൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഡയഗ്നോസിസ് പർപ്പസിനോ അല്ല, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ മെറ്റീരിയൽസിൽ എന്താ പറയാ എക്യുപ്മെന്റില് ടൂൾസിലൊക്കെ ഈ പറയുന്ന മെർക്കുറിയും ലെഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്.
അതായത് ഈ പറയുന്ന മെർക്കുറിയും ലെഡൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അറിയാതെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ടോക്സിക് എലമെന്റ്സ്, അത് വിഷാംശം നിറഞ്ഞ എലമെന്റുകളാണ്. അത് എന്താ പറയാ ക്യാൻസർ പോലെയുള്ളത് അസുഖങ്ങളും പിന്നെ ബർത്ത് ഡിഫക്റ്റുകളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ഇപ്പൊ കുട്ടിയൊക്കെ ജനിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്കൊക്കെയാണ് ഇത്തരം ടോക്സിക് എലമെന്റ്സ് കയറുന്നതെങ്കിൽ അത് ആ ജനിക്കുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്റ്റോട് കൂടിയൊക്കെ ജനിക്കാനും സാധ്യതകളുണ്ട്. അപ്പൊ അതും അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മെർക്കുറി ലെഡ് പോലെയുള്ള തിങ്സ് അതപ്പോ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ലെഡൊക്കെ നീന്നൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ സർജിക്കൽ സമയത്ത് അത് എന്താ പറയാ ഇപ്പൊ ഒരു എന്താ പറയാ ഓപ്പറേഷനിലൂടെ കുട്ടിയെ പുറത്തെടുക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഇതൊക്കെ ആ കുട്ടിയുടെ ശരീരത്തിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് പറയുന്നത് ഇതൊക്കെ വെൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തൊട്ട് മുന്നിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കണം, റിപ്പയർ ചെയ്ത് ഉപയോഗിക്കണം. എന്തെങ്കിലും തീരെ മോശമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം, മാറ്റി കളയണം, എന്നിട്ട് പുതിയത് കൊണ്ടുവരണം. അല്ലാതെ അത് തന്നെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ അത് അവർക്കല്ല, കൂടുതൽ പേഷ്യൻസിനെയാണ് അത് എഫക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? 6 എണ്ണം 6 പോയിന്റ് മനസ്സിലായില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ. അടുത്തത് ലീക്കേജ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇങ്ങനെ ഇനി ലീക്കേജ് ഓഫ് വേസ്റ്റ്, ഈ വേസ്റ്റ് ഇങ്ങനെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിന് വേണ്ടി വരുന്നത് എന്ന് നോക്കാം. ലീക്കേജ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ എത്ര മാനേജ് ചെയ്താലും കൺട്രോൾ ചെയ്താൽ there will be വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. ആ ഹോസ്പിറ്റൽസിൽ എന്തായാലും വേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന എന്താ പറയാ ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റു പാഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റുകൾ, ഫുഡിന്റെ വേസ്റ്റ്, ഇതൊന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള എന്താ പറയാ മെഡിസിൻസ് ആയിക്കോട്ടെ, എക്യുപ്മെന്റിൽ ഉപയോഗിക്കുന്ന ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മെർക്കുറി ലെഡ് പോലെയുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആളുകളുടെ പേഷ്യൻസിന്റെ ബ്ലഡ്, മറ്റേതെങ്കിലും തരം ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അങ്ങനത്തെ സാധനങ്ങളുടെ വേസ്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റു വേസ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ അത്തരം വേസ്റ്റുകളൊക്കെ ഹോസ്പിറ്റൽസിൽ എന്തായാലും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓർ സീരിയസ് ഇഫക്റ്റ് ഇറ്റ് ഹാവ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി. അത് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഗൗരവമേറിയ വലിയ ദോഷമായിരിക്കും നമ്മൾക്ക് ഉണ്ടാകുക. നമ്മൾക്കെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റ്, അവിടെ വരുന്ന പേഷ്യൻസിന്, അവിടുത്തെ സ്റ്റാഫ്, വർക്കേഴ്സ് എല്ലാവരെയും അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് വെരി എസെൻഷ്യൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടു മാനേജ് ദ ലീക്കേജ് വേസ്റ്റ്. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ സ്റ്റെപ്സ് to be taken for the leakage waste in hospitals. ഈ ലീക്കേജ് വേസ്റ്റ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ നമുക്ക് ഫോളോ ചെയ്യാം, സ്വീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോണേ. അതിൽ ഫസ്റ്റ് വൺ ഈസ് ടു ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ടു പ്ലേസ്. അതായത് ഈ ലീക്കേജ് വേസ്റ്റേജ് എങ്ങനെ നമുക്ക് ഇത്തരം വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേസ്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ആൻഡ് എങ്ങാനും ഇത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാം, അതിനെ കുറിച്ചൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ആലോചിച്ചോളാം, ഇപ്പൊ എന്ത് കാര്യത്തെ കുറിച്ച് ഇപ്പൊ നമ്മള് ചില കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു വശം കൂടി, മറുവശം കൂടി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് വരാൻ സാധ്യതയുള്ള അതിന്റെ പോസിറ്റീവ് സൈഡ്സുകൾ മാത്രം നമ്മൾ നോക്കി, പക്ഷെ എന്നാലും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റ് നെഗറ്റീവ് ഇഫക്റ്റുകൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം, നിർബന്ധമാണ്. നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ഫാക്ടറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു സ്ഥലത്ത് ഒരു ഫാക്ടറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ അതിനുവേണ്ടി കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ആ ഫാക്ടറി അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും, സ്ഥലം ഓക്കെയാണ്, കാശുണ്ട് ഇഷ്ടംപോലെ ആ ഫാക്ടറിക്ക് വേണ്ടിയിട്ട്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടറി ആണെന്നൊക്കെ ഐഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് ദ പീപ്പിൾ ഹു ആർ ലിവിങ് അറൌണ്ട്
ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. പക്ഷെ നമ്മൾ അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ അവിടെ വസിക്കുന്ന ആളുകളെ എത്ര മീറ്റർ അകലത്തിലാണ് അവിടുത്തെ എന്താ പറയാ ഇൻഹാബിറ്റൻസ്, അവിടുത്തെ ആളുകൾ വസിക്കുന്നവർ താമസിക്കുന്ന ആൾക്കാർ എത്ര ചുറ്റുപാടിലുണ്ട് എന്ന് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മുടെ കയ്യിൽ കാശുകൊണ്ട് സ്ഥലമൊക്കെ നമ്മൾ നോക്കി വെച്ച് നിങ്ങൾ എന്റെ സ്ഥലമല്ലേ ഞാൻ എനിക്ക്, പക്ഷെ അതല്ല, അങ്ങനെയല്ല അല്ലേ. അപ്പൊ അതിന് കൺസിഡറേഷൻ കൊടുക്കണം. കാരണം ഇതൊരു ഫാക്ടറിയാണ്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ദാറ്റ് ഫാക്ടറീസ്. വേസ്റ്റ് ഒത്തിരി പരം ഗ്യാസ് എമിഷൻസ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. സോ ദീസ് ഗ്യാസ് എമിഷൻസ് വിൽ എഫക്ട് ദ പീപ്പിൾ ഹു ആർ ലിവിങ് അറൌണ്ട് ഇറ്റ്. ആ ഫാക്ടറിക്ക് ചുറ്റും വസിക്കുന്ന ആളുകളിലേക്ക് ആ ഗ്യാസ് എമിഷൻസ് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എറണാകുളം പോലെയുള്ള സ്ഥലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒക്കെ വരികയാണ്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഒരുപാട് ഗ്യാസ് എമിഷൻസ് ഉണ്ട്. ഒരുപാട് അതനുസരിച്ച് ആളുകളിൽ രോഗങ്ങളും കാണുന്നുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ. അപ്പൊ ടൗൺ ഏരിയാസിൽ നമുക്കറിയാം അവിടെ എന്താ പറയാ ഈ ഓക്സിജന്റെ ലെവലൊക്കെ വളരെ കുറവാണ്. അതനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുമാണ്. സോ അത് നമ്മുടെ ഹെൽത്തിനെ ഹാം ചെയ്യും എന്നുള്ളത് അറിയാലോ. അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഇവിടെ ഒരു ലീക്കേജ് വരില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പക്ഷെ ഈ എനി കേസ് ഏതെങ്കിലും രീതിയിൽ എനി ടൈപ്പ് ഓഫ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ലീക്കേജ് നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അതിനെ കുറിച്ചൊരു പ്ലാനിങ് ഇറ്റ്സ് എ മസ്റ്റ് വൺ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്രോപ്പർ പ്ലാനിങ് ഷുഡ് ബി മെയ്ഡ് ഡ്യൂ ടു ദ ലീക്കേജസ്. ആ ലീക്കേജസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നല്ല രീതിയിൽ വന്നു. എന്നിട്ട് ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ലീക്കേജ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യണം. ആ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്, അതിലുണ്ടാകാവുന്ന ഭവിഷ്യത്ത്, അതിന്റെ ആ ഒരു അപകടം, അതിന്റെ പിന്നിലുള്ള അപകടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് ദേ ഹാവ് ടു ക്യാരി ഔട്ട് ദ മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. അതിനുശേഷം എന്ത് ചെയ്യണം, ആ ലീക്കേജിനെ ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും നമ്മൾ എന്താ പറയാ അതിനുള്ള മെഷേഴ്സ് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീക്കേജിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിന്റെ അതോറിറ്റീസിന്. അപ്പൊ ഹോസ്പിറ്റൽ അതോറിറ്റീസിന് ഇതൊരു they should make a proper planning towards the leakage. ഈ ലീക്കേജിനെ സംബന്ധിക്കുന്ന ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവണം. അപ്പൊ ലീക്കേജ് വന്നോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കലും ലീക്കേജ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, വന്നാൽ അത് ഡിസ്ക്ലോസ് ആണ്. ഇഫ് എനി കേസിൽ എനി സർക്കംസ്റ്റാൻസസിൽ ഇഫ് ദ ലീക്കേജ് ഒക്കർ, ഇങ്ങനെയുള്ള ലീക്കേജുകൾ വന്നാൽ, വരില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം നമ്മൾ അത് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ബാക്കിയുള്ളവരെല്ലാം തന്നെ, അതായത് ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ, പേഷ്യൻസ് അതുപോലെ ശ്രദ്ധിക്കുക. പല രീതിയിലും ശ്രദ്ധിക്കാനുള്ള സ്റ്റെപ്സ് ഒക്കെ അടുത്തത് വരുന്നുണ്ട്, നമുക്ക് അന്നേരം പറയാം. അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് അതിൽ നിന്ന് അത്തരം ലീക്കേജിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരം ലീക്കേജസ് കൊണ്ട് നമുക്ക് ഹാംഫുൾ ആകാത്ത രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലെല്ലാം പുറമെ ഇതെത്രയ്ക്കാണെങ്കിലും ഇഫ് എനി കേസിൽ ഈ ലീക്കേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ, ഹൗ ക്യാൻ ബി ഡിസ്പോസ് ഇറ്റ്, ഹൗ ക്യാൻ ബി മേക്ക് ഇറ്റ് ക്ലിയർ, അതെങ്ങനെ ക്ലിയർ ചെയ്യാം, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ അതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തണം. എന്തിനെ കുറിച്ചിട്ട്, ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ലീക്കേജ്. ആ ഒരു ലീക്കേജ് കൊണ്ട് എന്ത് റിസ്ക് ആണുള്ളത്, ഏത് തരത്തിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതകളുണ്ട്, അത് എത്രത്തോളം ഇൻജൂറിയസ് മറ്റുള്ളവർക്ക് വരുത്തും എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു ക്യാരി ഔട്ട് ദ ആപ്റ്റ് മെഷേഴ്സ്. അതിനുശേഷം ഇത്തരം ലീക്കേജസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ ഡിസ്പോസ് ചെയ്യാനുമുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തേത് പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഇനി ഇത്തരം ലീക്കേജുകളെ എങ്ങാനും ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ അതിനുവേണ്ടി സ്ഥാപിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്ത് എക്യുപ്മെന്റ് ഉപയോഗിച്ച് നമുക്കത് ഇല്ലാണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം, ദേ ഷുഡ് പ്രൊവൈഡ് ഓർ ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ്സ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള വളരെ അനുയോജ്യമായ രീതിയിലുള്ള ലീക്കേജ് എക്യുപ്മെന്റുകളാണ്, സ്പില്ലേജ് വേസ്റ്റേജുകൾ ഇടാനുള്ള സാധന സാമഗ്രികൾ പ്രൊവൈഡ് ചെയ്യണമെന്ന്. സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, അതായത് ഈ ലിക്വിഡ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ലീക്ക് ചെയ്ത് വന്നേക്കണമെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള പാഡുകൾ. പലതരത്തിലുള്ള പാഡ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെള്ളം പോലത്തേക്ക് ആണെങ്കിൽ അത് അവിടെ കൊണ്ടു വേഗം തന്നെ അങ്ങനെ ഒന്ന് വെറുതെ അവിടെ ആ സ്ഥലത്ത് ആ ഒരു പ്രത്യേക പ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് ആ ഒരു പാഡിനകത്തേക്ക് പോകും. അതുപോലെ ഗ്ലൗസ് യൂസ് ചെയ്യാം, യൂസ് ഗൗൺസ് ആൻഡ് ഫേസ് മാസ്കുകളൊക്കെ യൂസ് ചെയ്യാം. ഇത്തരം സാധനങ്ങളുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ എടുക്കേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ടു പ്രൊവൈഡ് എന്താ പറയാ ആപ്റ്റ് എക്യുപ്മെന്റ്, ലീക്കേജിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം അതിന് വേണ്ടിയിട്ട് എന്താ പറയാ തയ്യാറാക്കിയിരിക്കുന്ന ഒരു എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. അത്തരം എക്യുപ്മെന്റുകൾ പെട്ടതാണ് മാസ്കുകൾ ഉപയോഗിക്കാം, ഗ്ലൗസ് ഉപയോഗിക്കാം, ഗൗൺസ് ഉപയോഗിക്കാം. ഒറ്റ ഡ്രസ്സൊക്കെ പല പല പീസസ് ആവുമ്പോ മൊത്തത്തിൽ എവിടെയെങ്കിലും ആയി എന്ന് നമുക്കറിയില്ല. അത് മൊത്തത്തിൽ ആ ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഊരിയെടുക്കാം. വലിയ ഗൗൺസ് ഒക്കെ അപ്പൊ കഴിഞ്ഞ കൊറോണയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഹോസ്പിറ്റൽസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അത്തരം ഒരു വലിയ ഗൗൺ, PPE അല്ലെ, കിറ്റ്, അതിനകത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഗൗണ്, പിന്നെ ഗ്ലൗസ്, അതുപോലെ തന്നെ മാസ്ക്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ വെയർ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെയാണ് ആളുകളെ കൊണ്ടുപോയത് നമുക്കറിയാം, കേട്ടിട്ട്. ഇപ്പൊ നമ്മൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും ഒരുപാട് വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ നമ്മൾ അതിനെ സംബന്ധിച്ച് കണ്ടതാണ് അത്തരം സാഹചര്യങ്ങൾ. അപ്പോ എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ച് അത്തരം ലീക്കേജസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് തന്നെ. അപ്പൊ അത്തരം പാഡ്സ് ഒക്കെ സഫീഷ്യന്റ് ആയിട്ട് ആ സമയത്ത് അവിടെ വേണം. ഇങ്ങനെയുള്ള വേസ്റ്റുകൾ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ അടുത്ത നിയർ പ്ലേസസിൽ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് സ്പ്രെഡ്, അത് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, പല ഹാംഫുൾ കാര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അത്തരം കയ്യെത്താ ദൂരത്ത് തന്നെ അതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, കയ്യെത്തുന്ന ദൂരത്ത്, കയ്യെത്താ ദൂരത്തല്ല, കയ്യെത്തുന്ന ദൂരത്ത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ലീക്കേജസ് വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ യൂസ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അവർക്ക് എത്രയും പെട്ടെന്ന് അത് എടുത്ത് അബ്സോർബ് ചെയ്ത് അത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ വൈൽ ഹാൻഡ്ലിംഗ് വിത്ത് ദിസ് ലീക്കേജസ് ദേ ക്യാൻ യൂസ് ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഓൾസോ മാസ്ക്. ഇതൊക്കെ ഉപയോഗിക്കാം. അത് അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ ലീക്കേജസ് വരുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം? ആ ലീക്കേജ് വരും എന്ന് വിചാരിച്ച് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നേരത്തെ കൂട്ടി അതിന്റെ ലീക്കേജിന്റെ റിസ്ക് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നെസസറി സ്റ്റെപ്സ് ഓർ മെഷേഴ്സ് ടു ബി ടേക്കൺ, ആവശ്യമായ രീതിയിലുള്ള നടപടികൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു, ഇത്തരം സാഹചര്യം ലീക്കേജസ് വരുന്ന സമയത്ത് ദേ ക്യാൻ യൂസ് സം ലീക്കേജ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാം, സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, ദെൻ മാസ്ക്, gloves and the gowns. Okay, next one, train staff in leakage response. If any leakage is being happened in a hospital ഇത്തരം എന്തെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സ്റ്റാഫിന് അതിനുള്ള ഒരു ട്രെയിനിങ് ഇടയ്ക്ക് കൊടുക്കണം. ഹൗ ടു റെസ്പോണ്ട് ടു ദാറ്റ് പർട്ടിക്കുലർ ലീക്കേജ്. അത്തരം ലീക്കേജ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ നേരിടണം എന്ന് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അതായത് ഇന്നൊരു സാധനം ലീക്കേജ് ആവുന്ന സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ലീക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹാർംഫുൾ എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ. അതായത് സൂക്ഷിക്കണം കേട്ടോ, ഇതിനകത്ത് അപകടങ്ങളുണ്ട്, ഇത് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, എന്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് അല്ലെ. രാത്രിയിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് രാത്രി ആ താഴെയുള്ള സംഭവത്തിന്റെ ആ നോബ് നമ്മൾ താഴ്ത്തിയിടും. ദാറ്റ് മീൻസ് ലീക്ക്. ഇപ്പോഴത്തെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ കുറെ വരുന്നതൊക്കെ തന്നെ ഇങ്ങനെ ലീക്കേജ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഇത് ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്തല്ല, ധൃതിക്കൊക്കെ അടുക്കളയിൽ പോയി ചിലപ്പോൾ നമ്മൾ വിട്ടുപോയി. അപ്പൊ ഈ താഴെയുള്ള ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് ഫ്ലോ ഉണ്ടാകില്ല അല്ലെ. അപ്പൊ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കില്ലേ, അത് നമുക്കറിയാം. ഇഫ് ഇറ്റ് ഈസ് ഓപ്പൺഡ്, അത് ഓപ്പൺ ആയിട്ട് നമ്മൾ ലീവ് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ചെന്ന് ലൈറ്റ് എടുത്തിട്ട് അത് ഓൺ ആക്കുക ചെയ്യുക അല്ലെ, ലൈറ്റ് ഇടുകയോ. അപ്പൊ ഇതൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വലിയ എന്താ പറയാ ഡേഞ്ചറിൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, അത് ലീക്ക് ആകാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്കറിയാലോ. അതുപോലെ പല സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ലീക്ക് ആകുന്ന പല മെറ്റീരിയൽസ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളുടെയോ നമ്മളുടെയോ അടുത്ത് നിന്നൊക്കെ കുറെ മാറ്റിയൊക്കെ ദൂരെയൊക്കെ നമ്മൾ അതിനെ കെയർ ചെയ്ത് ശ്രദ്ധിക്കും. ഇവിടെ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി ഹാൻഡിൽ ഇറ്റ് വിത്ത്, അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രോപ്പറായിട്ട് ആളുകളെ പഠിപ്പിക്കും. ഇപ്പൊ നമ്മളോടും ലീക്കേജ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തീപിടുത്തമൊക്കെ ഉണ്ടാകും, ഗ്യാസ് കുറ്റിയൊക്കെ കത്തുന്നതൊക്കെ എങ്ങനെ തടയുന്നൊക്കെ നമുക്ക് പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ട്രെയിനിങ് ഒക്കെ സ്റ്റാഫ്സിന് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതായത് ലീക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, ഇത്തരം വേസ്റ്റുകളാണ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഇങ്ങനെ ഒരു സാധനത്തിൽ സൂക്ഷിക്കണം. ഇതൊക്കെ വേസ്റ്റ് ആണ്. ഇതെല്ലാം ഓരോന്ന് കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുപോയി അതിനെ ഡിസ്പോസ് ചെയ്യാൻ എളുപ്പം നടക്കില്ല. സോ ചിലപ്പോ ട്വൈസ് ഇൻ എ ഡേ ആകാം, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ആയിരിക്കാം ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. അണ്ടിൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ എനി കണ്ടെയ്നർ. എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ അതിനെ എന്ത് ചെയ്യണം, അടച്ചു വെക്കണം എന്നുള്ളതാണ്. അപ്പൊ അത്തരം എക്യുപ്മെന്റുകൾ പ്രോപ്പർ ആയിട്ടുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ ലീക്കേജ് വരുന്ന കണ്ടെയ്ൻമെന്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞ പ്രോസസ് വിച്ച് ലീക്കേജ് ഓഫ് സ്പില്ലേജ് ഓഫ് ലിക്വിഡ് ഓർ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. അതായത് നമ്മളുടെ ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള ലീക്കേജ് വരുന്ന മെറ്റീരിയൽസ് എന്താ പറയാ അടച്ചു വെക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് വിളിക്കാം.
ഇനി അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രിവെന്റ് ആൻഡ് സ്റ്റോപ്പ് സ്പില്ലിംഗ് ഫ്രം സ്പ്രെഡിങ്. അപ്പൊ ഇത്തരം നല്ല രീതിയിലുള്ള ലീക്കേജ് കണ്ടെയ്ൻമെന്റുകൾ തന്നെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഒട്ടും തന്നെ പുറത്തേക്ക് അത് ലീക്ക് ചെയ്ത് പോകാത്ത രീതിയിലുള്ള കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റുകൾ സൂക്ഷിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്ൻമെന്റുകളൊക്കെ ഉണ്ട്. അത് കളേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ട എന്തൊക്കെ കണ്ടെയ്ൻമെന്റുകളാണ് എന്നുള്ളതിന് കുറച്ച് ഉദാഹരണം എന്താ പറയാ കളേഴ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടി കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ? ബ്ലൂ, യെല്ലോ, കണ്ടോ? റെഡ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ ചെറുതായിട്ട് കാണാം മിസ്സേ. ചെറുതായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെല്ലോ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, പിന്നെ ബ്ലൂ കളർ ഉണ്ട്. 4 ടൈപ്സ് ഓഫ് കണ്ടെയ്ൻമെന്റുകളാണ് ഉള്ളത് കേട്ടോ പ്രധാനമായിട്ടും. അത് അക്കോർഡിംഗ് അത് ഓരോ ടൈപ്പിനും ഏതൊക്കെ തരത്തിലുള്ള ഹാംഫുൾ എങ്ങനെയൊക്കെയാണ്, റിസ്ക് കൂടുതലുള്ളത് ഏതിലാണ്, അങ്ങനെ അനുസരിച്ചിട്ടാണ് ഈ കളേഴ്സ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത് കണ്ടെയ്ൻമെന്റുകൾക്ക്. അപ്പൊ ഇത്തരം യൂസ് ചെയ്യുന്ന കണ്ടെയ്ൻമെന്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇറ്റ് വിൽ പ്രിവെന്റ് ഓർ സ്റ്റോപ്പ് ദ സ്പില്ലേജ് ഓഫ് വേസ്റ്റ്. ഇത്തരം വേസ്റ്റുകളൊക്കെ സ്പില്ല് ചെയ്യാനും അതുപോലെ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ സാധ്യതകൾ കുറയ്ക്കും. ഇത്തരം പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രം. അല്ല വേറെ ഏതെങ്കിലും പോളിത്തീൻ കവറിൽ കെട്ടി അവർ കൊണ്ട് ഇട്ട് മൂലൊക്കെ വെച്ചു, ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് എടുക്കാൻ ചെല്ലുമ്പോൾ പകുതി മുക്കാലും സ്പില്ല് ചെയ്ത് പോയിട്ടുണ്ടാകും. അങ്ങനെയല്ല അത് കുറച്ച് എന്താ പറയാ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ എക്സ്പെൻസീവ് നോക്കിയിട്ട് കാര്യമില്ല. ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും മിനിമൈസ് ചെയ്യാനായിട്ട് കോസ്റ്റ് ചെലവ് കുറയ്ക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ വലിയ നഷ്ടങ്ങൾ നമ്മൾ വരുത്തും. അല്ലെ? നമ്മുടെ വീടുകളിലായാലും അങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. അത്തരം കോസ്റ്റിനെ നമ്മൾ അഫോർഡ് ചെയ്തേ മതിയാകും. അപ്പൊ അത്തരം കണ്ടെയ്ൻമെന്റുകളിൽ തന്നെ അത് സൂക്ഷിക്കുക. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ പ്രോപ്പർ മാനർ ആൻഡ് ആഫ്റ്റർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഓക്കെ. ഇത് നമ്മളത് കറക്റ്റ് ആയിട്ട് അതിന്റെ നെസസറി സ്റ്റെപ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു എന്താണ് ലീക്കേജ് വന്നാൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എക്യുപ്മെന്റുകളൊക്കെ, അതായത് അടുത്തടുത്ത് നമ്മൾ ഇത്തരം സാധനം ലീക്കേജസുമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ അബ്സോർബന്റ് പാഡ്, ഗ്ലൗസ്, ഗൗൺ, അതുപോലെ തന്നെ മാസ്കുകളൊക്കെ ഉപയോഗിച്ച് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ സ്റ്റാഫിന് അവർക്ക് അതെങ്ങനെ ലീക്കേജ് വരുമ്പോൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അതുപോലെ ട്രെയിനിങ് കൊടുക്കണം. പിന്നെ യൂസ് പ്രോപ്പർ കണ്ടെയ്ൻമെന്റ്, മെറ്റീരിയൽസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കണ്ടെയ്ൻമെന്റുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ ഇത് ഈ പറയുന്ന ലീക്കേജുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ചും ഒരു ധാരണയുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് ആണ്. അപ്പൊ ലീക്കേജ് വേസ്റ്റ് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ പോളിസീസ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും റെഗുലേഷൻസിനും ഒക്കെ അനുസരിച്ചുള്ള രീതിയിൽ അവിടുത്തെ വേസ്റ്റുകളെ, ലീക്കേജ് വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ലാസ്റ്റത്തെ സ്റ്റെപ്പ് അതാണ്. അവസാനമാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യണം. ഒരാഴ്ചയോ ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസമോ അത് ഹോസ്പിറ്റൽസിന്റെ വേസ്റ്റേജിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും എപ്പോൾ ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചിട്ടല്ല, തോന്നിയ രീതിയിൽ എവിടെയെങ്കിലും വാരിക്കൂട്ടി കൊണ്ടുപോയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് കത്തിക്കുകയോ അങ്ങനെയൊന്നുമല്ല. ഇത് എന്ത് ചെയ്യും? ഈ വേസ്റ്റുകളെല്ലാം പല പല രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം കൂടി ഒരെണ്ണത്തിൽ കൊണ്ടുപോയി അല്ല ഇടുക. അത് എത്രത്തോളം ഹാംഫുൾ ആണ് എന്ന് മനസ്സിലാക്കി റിസ്കുകളുടെ ആ ഒരു അളവ് മെഷർ ചെയ്തിട്ടാണ് പല പല കണ്ടെയ്ൻമെന്റുകളിൽ ആക്കുക. അപ്പൊ അതനുസരിച്ച് ആ കണ്ടെയ്ൻമെന്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് അവർ നേരത്തെ കൂട്ടി മനസ്സിലാക്കണം. അപ്പൊ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതിന്റെ നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ഒന്ന് വേഗം വായിച്ചു നോക്കിയ പെട്ടെന്ന്. ഇതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ അതിനകത്ത് 2 or 3 സ്റ്റെപ്സ് ഒക്കെ തരും. ആ സ്റ്റെപ്സ് ഇതിനകത്ത് പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. അല്ലാതെ അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചോദിക്കാനില്ല. ഇതൊക്കെ അങ്ങനത്തെ ടോപ്പിക് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ 1 വേർഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോടെ നമുക്ക് 1 വേർഡുകൾ കിട്ടുള്ളൂ.
ഇതൊക്കെ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സിന്റെ അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തേക്കണം. ഓക്കെ, അതെന്താണ് അല്ലെങ്കിൽ ഒറ്റ വാക്ക് മാത്രം ആ ഒരു ഫ്രേസ് മാത്രം പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനകത്ത് അതെന്താണെന്ന് അതോടെ വിവരിച്ചിട്ടുണ്ട്. പ്രോപ്പർ എക്യുപ്മെന്റ് സ്പില്ലേജ് റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതായത് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റുകളാണ് അബ്സോർബന്റ് പാഡ്സ്, അതുപോലെ ഗ്ലൗസ്, ഗൗൺസ്, മാസ്ക് ഒക്കെ. അതിനാണ് ഓരോ സെന്റൻസും അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞല്ലോ? കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആൻസർ പറയാത്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഇന്നലത്തെ പോലെ ഇന്നലെ കുറച്ച് പ്രശ്നമുണ്ട്. കേൾക്കണ്ടോ? ഉണ്ട് ടീച്ചർ, ഉണ്ട് ടീച്ചർ, കേൾക്കാം. ശരിയോ? അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഹൗ ടു മാനേജ് ദിസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലിംഗ് വേസ്റ്റേജ്. അതായത് ഈ സ്പില്ലേജ് വേസ്റ്റേജിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മാനേജ്മെന്റ്, ഈ പറയുന്ന പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പലതരത്തിലും ഇതുപോലെ ലീക്കേജ് വേസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാത്തിനെയും ഒരുപോലെയല്ല മാനേജ് ചെയ്യേണ്ടത്. ദർ ആർ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ മാനേജിങ് ഈച്ച് ആൻഡ് എവറി സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ അതിന്റെ ആ ഒരു നേച്ചർ അനുസരിച്ചാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്. ഓരോന്നിനും അതിൻ്റെതായ നേച്ചർ ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് ഡിഫറെന്റ്ലി. എല്ലാം ഒരുപോലെയല്ല, എല്ലാം വ്യത്യസ്തമായിട്ട് രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ, നമ്മളിപ്പോ കഴിഞ്ഞ നേരത്തെ പോയിന്റുകൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റലിലുള്ളത്. ആദ്യം പറഞ്ഞത് ഏതാ? ബോഡി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതാണ് അല്ലെ. ബ്ലഡും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പലതരത്തിലുള്ള ഫ്ലൂയിഡ്സും ആണ്. അങ്ങനെ ഓരോന്നോരോ. പിന്നെ കെമിക്കൽസ് പറഞ്ഞു, പിന്നെ എന്താ പറയാ ബാക്ടീരിയൽ, അതായത് നേച്ചറിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ഇത് പറഞ്ഞല്ലോ നമ്മള് പറഞ്ഞ ഷാർപ്സ് പറഞ്ഞു, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പറഞ്ഞു, പിന്നെ ഓർഗാനിക് മെറ്റീരിയൽസ് അത് നേച്ചറിൽ പറഞ്ഞു, പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞില്ലേ. പിന്നെ ഇത് ഓരോന്നും ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ബ്ലഡ്, അതായത് പേഷ്യൻസ് വരുന്നു, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന പല ബ്ലഡും മറ്റ് ഫ്ലൂയിഡ്സും ഒക്കെ വേസ്റ്റ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് മേ കോസ് സം ഇൻഫെക്ഷ്യസ് ഡിസീസസ്, പല പകർച്ചവ്യാധികളായിട്ടുള്ള രോഗങ്ങളും ഒക്കെ പടരാൻ സാധ്യതയുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എന്താ പറയാ പ്രോപ്പർലി മാനേജ്ഡ്. അതായത് ഇതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇത്തരം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ എന്താ പറയാ, അതിനകത്ത് ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എനി ഫ്ലൂയിഡ്, നമ്മുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ് ദാറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഫ്രം അവർ ബോഡി, ഹ്യൂമൻ ബോഡി, വിച്ച് ഇൻക്ലൂഡ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതോ ശരീരത്തിനകത്തുള്ളതൊക്കെ ആയിട്ടുള്ളത് കുറെയൊക്കെ പുറന്തള്ളപ്പെടുന്നതാണ്. അപ്പൊ പുറന്തള്ളപ്പെടുന്ന പലതരത്തിലുള്ള ഫ്ലൂയിഡുകൾ എല്ലാം ഈ ബോഡി ഫ്ലൂയിഡ്സിൽ പെടും. അത് കുറെ എന്തൊക്കെയാണ് ആ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ്, യൂറിൻ, ഫേസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്. ടിയേഴ്സ് ഇല്ലട്ടോ, അത് മാറ്റിയേക്കണേ, അത് തെറ്റിപ്പോയതാ. ബ്രസ്റ്റ് മിൽക്ക് കൂടി എന്താ പറയാ കമ്പൈൻഡ് ആയി പോയതാണ്. ടിയേഴ്സ് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് മിൽക്ക് ആണ് കേട്ടോ, ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയണം. വിയർമൊന്നും ഇല്ല. അടുത്ത സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്നതിനെ ഷോർട്ടാക്കി പറയാം. സെമൻ, വെജൈനൽ ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വോമിറ്റ് ആൻഡ് പസ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മൾ കുറെ നേരമായി പറയണു ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അന്നേരം ഒന്ന് പറയാഞ്ഞേ. നമ്മുടെ ശരീരത്തില് ആന്തരികമായിട്ട് ഒരുപാട് ഇതുപോലെയുള്ള ദ്രവങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഒത്തിരി കുറെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്, അൺനെസസറി ആയിട്ടുള്ളത് പുറന്തള്ളപ്പെടും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്നൊക്കെ ബ്ലഡ് നമുക്ക് അറിയാവുന്ന സാധനം തന്നെയാണ്, ബ്ലഡ് അറിയാലോ അല്ലെ. അടുത്ത യൂറിൻ, നമ്മളുടെ യൂറിൻ ആണ്. പിന്നെ ഫേസസ്, നമ്മൾ പുറന്തള്ളുന്ന നമ്മുടെ എക്സ്ക്രീറ്റ് മറ്റൊരു ഇതാണ് ഫേസസ് അല്ലെ, അതറിയാം എല്ലാവർക്കും. ഓക്കെ, സലൈവ നമ്മുടെ ഉമിനീര്. പിന്നെ എന്താ പറയാ ടിയേഴ്സ്, കണ്ണിനീര്. ഇതൊക്കെ നമ്മുടെ കണ്ണിലുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥി ഉണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എപ്പോഴും അത് പുറത്തേക്ക് ചാടുന്നില്ല അല്ലെ. ചില അത്യാവശ്യ ഘട്ടത്തിലാണ് അത് പുറത്തേക്ക് പോവുക. അത് ഇങ്ങനെ ചില ആളുകൾക്ക് അത് പോകില്ല, അത് ഭയങ്കര പ്രോബ്ലം ആണ്. അപ്പോഴാണ് ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ നമ്മൾ മറ്റേ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചപ്പോ നമ്മുടെ എന്താ പറയാ ടിയർ ഡക്ട് പ്രോബ്ലം ഒക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. ENT-യില്
TNT പറഞ്ഞില്ലേ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇനി ടിയർ ഡക്ട് പ്രോബ്ലം എന്താന്ന് പറഞ്ഞോ? പറഞ്ഞു ടീച്ചർ. പറഞ്ഞു. അപ്പൊ അതായത് കണ്ണുനീര് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, കണ്ണുനീർ ഗ്രന്ഥി. പക്ഷെ അത് ചിലരുടെ ഇങ്ങനെ പുറത്തേക്ക് വരില്ല, കണ്ണുനീര് വരില്ല. എത്ര എന്താ പറയാ സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയാലും, അല്ലെങ്കിൽ കുറെയൊക്കെ ഇങ്ങനെ അണിയനൊക്കെ ഉള്ളിയൊക്കെ അരിയുമ്പോ കണ്ണുനീര് വരും അല്ലെ? നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഗത്തെ വരും നമ്മളുടെ. പക്ഷെ ചിലർക്ക് ഒട്ടും വരില്ല. അപ്പൊ അതെന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ ടിയർ ഡക്ട് പ്രോബ്ലം ആയി TNT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത്തരം പ്രോബ്ലംസ് ഒക്കെ ക്യൂർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു പ്രത്യേക രീതിയിൽ അത് എന്താ പറയാ ഒരു ഇതിലൂടെ ട്യൂബ് പോലെയുള്ള ഒരു സാധനത്തില് ഒരു എന്താ പറയാ ഒരു പാത്വേ ക്ലിയർ ആക്കി കൊടുക്കുന്ന വെള്ളമോ അതുപോലെയുള്ള എന്തെങ്കിലും ലിക്വിഡ്സുകളൊക്കെ പുഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചെയ്തിട്ടാണ് അത് ആ പാത്വേ ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ എന്താ പറയാ ടിയേഴ്സ്, കണ്ണുനീര്, പിന്നെ എന്താ പറയാ ബ്രസ്റ്റ് മിൽക്ക്, ചില രോഗമുള്ള ആളുകളുടെയൊക്കെ ഇതൊക്കെ പുറത്തേക്കൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന സമയത്തോ പെട്ടെന്നൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ താഴേക്ക് വീഴാൻ ലീക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ബോഡി ഫ്ലൂയിഡുകളിൽ പെടുന്നതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CSF എന്നതിനെ ഷോർട്ടാക്കി പറയാം, നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. വിച്ച് എന്താ പറയാ ഹെൽപ്സ് ആസ് എ കുഷ്യൻ. അതൊരു കുഷ്യൻ പോലെ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. മാത്രമല്ല ഇറ്റ് സംടൈംസ് പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഓർ ന്യൂട്രിയൻസ് ടു ദ ബ്രെയിൻ. ബ്രെയിനിന് ആവശ്യമായ ചില ന്യൂട്രിയൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന തരം കുഷ്യൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഏതെന്ന് പറയുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് എഴുതി തരാട്ടെ, ഞാനൊന്ന് അറിഞ്ഞിരിക്കാം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അതിങ്ങനെ അവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങും. അപ്പൊ ഇപ്പൊ വലിയൊരു വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരിധി വരെയൊക്കെ ഈ ബ്രെയിനിന്റെ ചുറ്റും ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അത് പെട്ടെന്നൊന്നും ബ്രെയിനെ ബാധിക്കുന്നില്ല. ഭയങ്കരമായിട്ടുള്ളതല്ല, ഒരു അങ്ങനെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വീഴ്ചയോ അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും കൊള്ളുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. കാരണം ഈ ഫ്ലൂയിഡ് അവിടെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൂടി ബ്രെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അടുത്തത് സെമൻ. സെമൻ എന്താണ്? സെമൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഒരു ഫ്ലൂയിഡ് ആണ്. അതായത് ആണുങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, മലയാളത്തിലെ വാക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ, എന്താണത് അങ്ങനെ കാണും പറയും, ആ സംഭവം തന്നെ. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. അവർക്ക് അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയാ അതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതിന് അതനുസരിച്ചിട്ടാണ് റീപ്രൊഡക്ഷന് സാധ്യതയുണ്ടോ, കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നോക്കുന്നത്. അതിന്റെയൊക്കെ അതനുസരിച്ചിട്ടാണ്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഒരു ഫ്ലൂയിഡ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. സെമൻ. അടുത്ത വജൈനൽ ഫ്ലൂയിഡ്. അത് സ്ത്രീകളിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഒരു തരം ഫ്ലൂയിഡ് ആണ്. അത് അഡൽട്ട് വുമൺ കേട്ടോ, പ്രായപൂർത്തിയായിട്ടുള്ള വിമൻ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു തരം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡ് ആണ്. സാധാരണഗതിയിലാണെങ്കിലും ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്ചാർജിങ് ആണെങ്കിൽ പ്രശ്നമില്ല. if it is caused by itching or irritation, എന്തെങ്കിലും തരത്തിലുള്ള മാന്തലുകളോ ചൊറിച്ചിലുകളോ ആയിട്ടൊക്കെയാണ് ഈ സാധനം ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചികിത്സകൾ ഗൈനക്കോളജിയിലൊക്കെ കണ്ടിട്ട് നോക്കേണ്ടി വരും. അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നോർമൽ സ്റ്റേജിലും ഒക്കെ വലിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു വുമന്റെ, അഡൽട്ട് വുമന്റെ ഒരു സിംറ്റം ആണത്. പക്ഷെ അത് ആവശ്യത്തിൽ അധികവും മാത്രമല്ല, അത് നമ്മൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെയാണ് വരുന്നത്. യൂറിനറി ഭാഗത്തൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുക, ഇച്ചിങ് ഉണ്ടാക്കുക, ചൊറിച്ചിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇത്തിരി ഹാർംഫുൾ ആയിരിക്കാം ചിലപ്പോ. അപ്പൊ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റണം. അതാണ്. പിന്നെ എന്താ പറയാ, പിന്നെ വജൈനൽ ഫ്ലൂയിഡ്, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു സ്ലൈറ്റ്ലി യെല്ലോയിഷ് കളറിലുള്ള ഒരു ലിക്വിഡ് ആണ്. അത് നമ്മുടെ ഫെക്ടസ് എന്ന് പറയാം, അൺബോൺ ബേബി ഇല്ലേ, അത് വയറിനകത്ത് കിടക്കുന്ന കുട്ടികളുടെ ചുറ്റും ഒരു ഇതുണ്ടായിരിക്കും, ഒരു തരം ഫ്ലൂയിഡ് അവർക്ക് ചുറ്റുമുണ്ടാകുന്ന അതാണ് ഫെക്ടസ് എന്നാണ് അതിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം. അപ്പൊ പ്രഗ്നൻസിയുടെ ടൈമിൽ ആ കുട്ടിക്ക് ചുറ്റും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു നേരിയ യെല്ലോയിഷ് ക്ലിയർ ആയിട്ടുള്ള ഒരു തരം ഫ്ലൂയിഡ് ആണ്. ജെല്ല് പോലത്തെയോ വെള്ളം പോലത്തെയോ എന്തൊക്കെയാവോ, അതാണ് സംഭവം. ഫെക്ടസ് എന്നാണ് അതിനെ മറ്റൊരു പേരെന്ന് വിളിക്കാം. പിന്നെ ഏതാണ് അടുത്തത്? ഏതാ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. പിന്നെ പ്ലീയൂറൽ ഫ്ലൂയിഡ് ആണ്. പ്ലീയൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ ടിഷ്യൂ ദാറ്റ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ്. നമ്മുടെ എന്താ പറയാ ലങ്സിനും ചെസ്റ്റിനും, നെഞ്ചിനും അതുപോലെ തന്നെ ലങ്സിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു തരം ഫ്ലൂയിഡ് ആണ്.
അതും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഏതാണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി, നമ്മുടെ വയറിനകത്ത് പല ഓർഗൻസും ഉണ്ടല്ലോ വയറിനകത്തുള്ള, അതിനെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ആണ് കേട്ടോ. നമ്മുടെ വയറിനെ സംരക്ഷിക്കാൻ, വയറിനകത്ത് ഇഷ്ടംപോലെ ഓർഗൻസ് ഉണ്ട്, അപ്പൊ അതിനൊക്കെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കവർ ചെയ്യുന്ന ഒരുതരം ഫ്ലൂയിഡ് ആണ് നമ്മളുടെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അടുത്ത ബൈൽ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് ഫ്ലൂയിഡ് ആണ്. പിത്തരസം എന്ന് അതിന്റെ മലയാളത്തിൽ പറയാം. യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ആൽക്കലൈൻ ആണ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ ലിവർ. നമ്മുടെ ലിവറിൽ നിന്ന്, കരളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു തരം പിത്തം അടിയ എന്നൊക്കെ കേട്ടല്ലേ, അതൊരു മഞ്ഞയോ പച്ചയോ ഇടകലർന്ന ഒരു ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അത് ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നതാണ്, വിസർജിക്കപ്പെടുന്ന സംഭവമാണ്. പിത്തരസം എന്നാണ് അതിനെ മലയാളത്തിൽ പറയാം. പിന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ് അറിയാലോ അല്ലേ, ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. പിന്നെ വൊമിറ്റ്, ഛർദ്ദിക്കുന്നതാണ്. പിന്നെ പസ്, അത് ഒരു തരം ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു തരം റെഡ് ആയിട്ടുള്ളത് ബ്ലഡ് ആണല്ലോ. റെഡ് അല്ലാത്ത കളറിൽ ഒരെണ്ണം വരുമല്ലോ, ഒരു യെല്ലോയിഷ് വൈറ്റ് കളറിലായിട്ടുള്ള ഒരു സംഭവം, അതാണ് എന്തെന്ന് വിളിക്കാം നമുക്ക് പസ്. പഴുപ്പ് എന്നൊക്കെ പറയും നമുക്ക് അല്ലെ, പഴുത്തിരിക്കാന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ വരുന്നത് ബ്ലഡ് അല്ല, അത് ഫുള്ളത് എന്താ പറയാ, അതിനെ എടുത്ത് കളയുമ്പോഴാണ് പിന്നീട് ലാസ്റ്റ് സ്റ്റേജിലെ ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. അത് ഭയങ്കര ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വരുന്നതാണ്. ചിലർക്ക് ചില സ്ഥലത്തൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഗം ഇൻഫ്ലേറ്റഡ് ആകും, എന്താ പറയാ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ചിലരുടേത് പെട്ടെന്ന് അപ്പൊ തന്നെ എന്തെങ്കിലും മരുന്ന് വെച്ചോ അപ്പൊ തന്നെ അത് ഉണങ്ങിപ്പോകും അല്ലെ, അത്തരം ഇഞ്ചുറീസ് ഒക്കെ. ചിലരിൽ പഴുത്തിരിക്കും. അപ്പൊ അങ്ങനെ വരാൻ സാധ്യതകളുള്ളതിനെയാണ്, അതും ഒരു തരം വിസർജ്യം തന്നെയാണ്. അത് ആവശ്യമില്ലാത്തതാണ് ശരീരത്തിന്, അത് പുറത്തേക്ക് പോകും, അത് പസ്സാണ്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന, അപ്പൊ ഈ ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ ബ്ലഡും ഒക്കെ എന്താണ് വളരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതിന്റെ ലീക്കേജസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ ബോഡി ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് ഈസ് ടു ബി മാനേജ്ഡ് പ്രോപ്പർലി, അതർവൈസ് എന്ത് പറ്റും, പലതരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് സ്പ്രെഡ് ആകാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഒരുപാട് എണ്ണത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം തന്നെ എന്തൊക്കെയാണെന്ന് കേട്ടപ്പോ മനസ്സിലായിട്ടില്ല, പക്ഷെ നമുക്കതൊന്ന് എഴുതി വെക്കണം. ആ ഒരു ഒന്നാമത്തെ പോയിന്റ് മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ആ ബോഡി ഫ്ലൂയിഡ്സ് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് വേഗം നോട്ട് ചെയ്തേ. എല്ലാം വേണ്ടല്ലോ, ബ്ലഡ് അറിയാം, യൂറിൻ അറിയാം, ഫേസസ് എന്താ പറയാ സ്റ്റൂൾ, അതായത് നമ്മളുടെ യൂറിൻ പോലെ തന്നെ മറ്റൊരു വിസർജ്യ വസ്തുവാണ്. ഓക്കെ, ഫേസസ്. പിന്നെ സലൈവ അറിയാം, ഉമിനീര്, ടിയേഴ്സ് അറിയാം, കണ്ണുനീര്, ബ്രസ്റ്റ് മിൽക്ക് അറിയാം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അത് എഴുതി വെക്കാം കേട്ടോ. അവിടെ തുടങ്ങിയാൽ എഴുതണ്ടേ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഒരു ഹൈഫൻ ഇടാം. ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും എളുപ്പമായല്ലോ. It flows in and around. It flows. ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കും ഇങ്ങനെ അത്. It flows in and around the brain and spinal cord. Brain and spinal cord. It flows in and around the brain and spinal cord to help as cushion. To help as cushion. Cushion പോലെ പ്രവർത്തിക്കും. Cushion at times of injury, 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 and provide nutrients, 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 and provide nutrients. Idiom. Teacher. Okay, next one, semen, അല്ലേ? semen എഴുതാ. Male reproductive fluid. Male reproductive fluid. Male reproductive fluid. പുരുഷന്മാരിലെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദ്രവം. ഓക്കെ, നെക്സ്റ്റ് വൺ, വജൈനൽ ഫ്ലൂയിഡ്. ഓരോന്നിന്റെ വാക്ക് എഴുതിയിട്ട് വേണോട്ട് ഹൈഫ്രേറ്റഡ് എഴുതാൻ. വജൈനൽ ഫ്ലൂയിഡ്, VAGINAL ഫ്ലൂയിഡ്. ഹൈഫ്രേറ്റഡ് എഴുതാ. ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഇൻ അഡൽട്ട് വുമൻ.
ഇൻ അഡൽട്ട് വുമൺ. സ്ത്രീകളിലുള്ള ഒരുതരം ഫ്ലൂയിഡ് ഡിസ്ചാർജ്. വജൈനയിൽ നിന്നും പുറപ്പെടുന്ന, വജൈന എന്ന് പറഞ്ഞ ഒരു മലയാളം വേർഡ് തന്നെയാണ് അല്ലെ, അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ദ്രവമാണ്. അത് നോർമൽ സ്റ്റേജിൽ ഓക്കെ. നമുക്ക് ഇച്ചിങ് ഉണ്ടാക്കുക, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുക, എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജിങ് ആണെങ്കിൽ അത് ട്രീറ്റ്മെന്റിന് പോകേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ് വൺ, amniotic fluid. Amniotic, AMNIOTIC, amniotic fluid. Hyphenated ചെയ്ത a clear, slightly, SLIGHTLY, slightly yellowish liquid that surrounds the unborn baby during pregnancy. Unborn, ജനിച്ചിട്ടില്ല, ജനിക്കുന്നതിന് മുമ്പ് വയറിനകത്ത് വെച്ചിട്ട് അവരെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു ലിക്വിഡാണ്. അൺബോൺ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി. ബ്രാക്കറ്റിലെ ഫെറ്റസ് കൂടി എഴുതിക്കോട്ടെ, FETUS, ഫെറ്റസ്, ഡ്യൂറിങ് പ്രഗ്നൻസി. ഓക്കെ. നെക്സ്റ്റ് വൺ ഏതാ? പ്ലെയൂറൽ ഫ്ലൂയിഡ്, PLEURAL, pleural fluid. Hyphenated ചെയ്ത buildup of fluid between the tissue that line between the tissue that line the lungs and chest. Lungs and chest. ഇത് ഹാർട്ടിൽ നിന്ന് പമ്പിങ്, ബ്ലഡ് പമ്പിങ് വളരെ നല്ല രീതിയിലല്ലാതെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലെയൂറൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് കേട്ടോ. അതാണ് ഡ്യൂ ടു പുവർ പമ്പിങ് ബൈ ദ ഹാർട്ട്. അതുകൂടി ചേർത്ത് ചെയ്ത lung and chest due to poor, POOR, poor pumping by the heart. Okay, next one. Ready? Okay, next one, peritoneal fluid. PERITONEAL, peritoneal fluid. Hyphenated ചെയ്ത a liquid that is made in the abdominal cavity, ABDOMINAL, abdominal cavity, and covers most of the organs in abdomen. വയറിനകത്തുള്ള ഒരുപാട് ഓർഗൻസിനെ, മിക്കവാറും എല്ലാ ഓർഗൻസിനെയും കവർ ചെയ്യുന്നു. കവേഴ്സ് മോസ്റ്റ് ഓഫ് ദ ഓർഗൻസ് ഇൻ ദ അബ്ഡോമൻ. നെക്സ്റ്റ് വൺ, ബൈൽ, BILE, ബൈൽ. മലയാളം എഴുതിക്കോ, അതിന്റെ പിത്തരസം. അതൊക്കെ നമ്മൾ കേട്ടേക്കുന്ന വാക്കാണ്, പിത്തരസം. Hyphenated ചെയ്ത yellow or greenish alkaline. Yellow or greenish alkaline fluid. Yellow or greenish alkaline fluid that is secreted by the liver. That is secreted, SECRETED, secreted by the liver. Yellow or greenish alkaline fluid that is secreted by the liver. And the last one, pus, PUS, pus. പഴുപ്പ് എന്നാണ് അതിന്റെ മലയാളം മീനിങ്. തിക്ക് യെല്ലോയിഷ് വൈറ്റ് ഫ്ലൂയിഡ്. തിക്ക് യെല്ലോയിഷ്, ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ടാക്കും. യെല്ലോയിഷ് വൈറ്റ് ഫ്ലൂയിഡ് മാറ്റർ,
formed, F-O-R-M-E-D, formed at the place of infection or inflammation. Infection or inflammation. Okay, ഒരു മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഒറ്റ ഇതാ നമ്മൾ പറഞ്ഞുള്ളൂ. അടുത്തത് ഏതാ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഒരു 2 പോയിന്റ് കൂടി പറയാൻ പറ്റുമോ നോക്കാം. അടുത്ത നോക്കാം, നോട്ട് എഴുതി തന്നതാണ്, അല്ലെങ്കിൽ വിട്ടുപോകും, ഞാൻ മറന്നു. അപ്പൊ പിന്നെ നാളെ വരുമ്പോ നാളത്തെ ക്ലാസ്സുകൾ എടുത്തു വന്നു കഴിയുമ്പോ പിന്നെ അത് ബാക്കി പോകുമ്പോ ഓർക്കില്ല. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇനി ഈ സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് ഇത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക എന്നുള്ളത്. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, PPE കിറ്റ് ഒക്കെ, അതായത് PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മളുടെ സ്വന്തം ശരീരത്തെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. ആരെങ്കിലും നമ്മളെ സംരക്ഷിക്കാൻ വരുന്ന വിചാരിച്ച് മാത്രം ഇരിക്കേണ്ട. ആശുപത്രിയിലല്ലേ ജോലി ചെയ്യണേ, എന്തെങ്കിലും അസുഖം ഒന്നും ഇവിടെ കാണിക്കാലോ, അങ്ങനെയല്ല. വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? രോഗം വന്നിട്ട് ഭേദമാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വരാതെ തടയുന്നത്? അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം പ്രൊട്ടക്റ്റഡ് ആവണം. സോ വി ഹാവ് ടു യൂസ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇത്തരം PPE കിറ്റുകൾ, അതായത് PPE എക്യുപ്മെന്റുകൾ, അതായത് പേഴ്സണലി പ്രൊട്ടക്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുക. സച്ച് ആസ് ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്. ചില ഡോക്ടേഴ്സ് ഇങ്ങനെ ഷീൽഡ് ഒക്കെ, അത് ആ സമയത്തൊക്കെ ഒരുപാട് മിക്കവരും തന്നെ വെച്ചിരുന്നു. പിന്നെ ഷീൽഡായിട്ട് മുഖത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോ കോൺടാക്റ്റിൽ വരുമ്പോ ഇത്രയും ഡിസ്റ്റൻസിൽ എന്നാലും ചിലപ്പോ പെട്ടെന്ന് അറിയാതെയൊക്കെ എന്താ പറയാ സ്നീസ് ചെയ്താലൊക്കെ തുമ്മിയാലൊക്കെ അത് അതിന്റെ എന്താ പറയാ അണുക്കള് സ്പ്രെഡ് ചെയ്യും വായുവിൽ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇത്ര ഡിസ്റ്റൻസിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്യും. അതിന്റെ ഒരു ലക്ഷണമായിരുന്നല്ലോ, രോഗലക്ഷണമായിരുന്നല്ലോ തുമ്മല്, ചുമ, പനിയൊക്കെ. അപ്പൊ അതൊക്കെ വരാം. ആ സമയത്തൊക്കെ ഷീൽഡൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ എന്തായാലും ഇത്തരം ലീക്കേജസ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രയും ബ്ലഡ് ഫ്ലൂയിഡുകളൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതകൾ കൂടുതലുള്ള കാര്യങ്ങളുമായിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് they can use gloves, gowns, face shields before approaching the spillage. ഇത്തരം ലീക്കേജുകളിലേക്ക് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ടു പ്രിവെന്റ് കോൺടാക്ട് വിത്ത് ദ ലിക്വിഡ്. ഇത്തരം ഫ്ലൂയിഡുകളുമായിട്ട് കോൺടാക്ട് വരാതിരിക്കാനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. അടുത്തത് കണ്ടെയ്ൻ ദ സ്പില്ല്. ഇനി ഇത്തരം സ്പില്ലുകളെ, വേസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഏതെങ്കിലും ഒരു തരത്തില് അതിനെ മാറ്റാനായിട്ട് ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞാൽ യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അബ്സോർബന്റ് പാഡ് ഉപയോഗിച്ചോ, പേപ്പർ ടവൽസ് ആകാം, അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ്സ് ആകാം. അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ അത് ലീക്കേജസ് വേഗം തന്നെ തൂത്തുകളയും, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആകും. പെട്ടെന്ന് വീണ അപ്പൊ തന്നെ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള സാധനം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീഴുന്ന അതേ മാത്രയിൽ അതിനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന അത്തരം പേപ്പർ ടവൽസോ അബ്സോർബന്റ് പാഡ്സോ നമ്മൾ അപ്പ നമ്മളുടെ ഹാൻഡിന്റെ നിയറിൽ അടുത്ത് നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടാകണം. എവിടെയെങ്കിലും പോയിട്ട് അന്വേഷിച്ച് അത് എടുത്ത് കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴേക്കും ഇതൊരു വിധം സ്പ്രെഡ് ചെയ്ത് ആരിലേക്കൊക്കെ എത്തണം അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിനേക്കാൾ ബെറ്റർ കൊണ്ടത് കറക്റ്റ് ആയിട്ട് വെക്കുക. ആൻഡ് ദേ ഹാവ് ടു ബി പുട്ട് ഇൻ പ്രോപ്പർ ബാഗ്സ്, കണ്ടെയ്നേഴ്സ് മാർക്ക്ഡ് ബയോഹസാർഡ്. ഇനി ഇതൊക്കെ എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലീൻ ഒക്കെ ചെയ്ത് ഇതൊക്കെ മാറ്റി ആ സാധനം അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ? അബ്സോർബ് ചെയ്ത് പാഡൊക്കെ അബ്സോർബ് ചെയ്തു, പേപ്പർ ടവലുകൾ അബ്സോർബ് ചെയ്തൊക്കെ എടുത്തു. എന്നിട്ട് അത് എന്താ പറയാ വളരെ നിസ്സാരമായ രീതിയിൽ നമ്മൾ വലിച്ചെറിയാൻ പറ്റില്ല. അതിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഏതെങ്കിലും കണ്ടെയ്ൻമെന്റിൽ സൂക്ഷിക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി മാർക്ക്ഡ് ബയോഹസാർഡ്. ഇത് ഡേഞ്ചറസ് ആണ്, ബയോഹസാർഡ് ആണ്, നേച്ചറിന് അത് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ് എന്നുള്ള ബോക്സിലേക്കോ കണ്ടെയ്ൻമെന്റിലേക്കോ ഇടുക. ആൻഡ് ഇഫ് ദർ ആർ എനി ഗ്ലാസ് പീസസ് പ്രസന്റ്, അതിനകത്ത് ഈ പറയുന്ന ഇങ്ങനെ നമ്മൾ അബ്സോർബ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ചെറിയ ഗ്ലാസ് പീസസോ മറ്റു മെറ്റീരിയൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അത് സെപ്പറേറ്റ് ചെയ്യണം. ഈ എല്ലാം ഫ്ലൂയിഡ്സുകൾ മാത്രം ഒരെണ്ണത്തിലും അതുപോലെ തന്നെ ഇത്തരം ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വേറെ ഏതെങ്കിലും കണ്ടെയ്ൻമെന്റിലാക്കി അത് വേറെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. എല്ലാം കൂടി ഒരുമിച്ച് തന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒന്നില് സാധാ പേപ്പേഴ്സ് ഒക്കെ കത്തി പോകുന്നതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മളുടേതായ വീട്ടിൽ കത്തിക്കുന്നതിനകത്തേക്ക് ഇടാം. ഗ്ലാസ് മെറ്റീരിയൽസ് ആയിട്ടുള്ളത് നമ്മൾ അങ്ങനെ എന്താ പറയാ വേസ്റ്റ് ഇത്തരം പ്ലാസ്റ്റിക്സോ അതൊക്കെ കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ കൊടുത്തുവിടരുത്. ചിലരൊക്കെ അതെന്ത് എല്ലാം കൂടി കൂട്ടി കെട്ടിയിട്ടൊക്കെ കൊടുത്തുവിടും.
അപ്പൊ ചില്ലൊക്കെ ആയിരിക്കും. ഇവരെന്ത് ചെയ്യും, ഇവരെല്ലാം കൂടി കൊണ്ടുപോയി ഏതെങ്കിലും റോഡ് സൈഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ മലകോലം കിടക്കുന്നതാണ് വേസ്റ്റുകൾ അല്ലെ, ഇവരവിടെ കൊണ്ടുപോയി ഇടും. എല്ലാ ഇതുപോലുള്ള ജീവികളോ എന്തെങ്കിലുമൊക്കെ വന്ന് അത് അതിനകത്തൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ തൊണ്ടയിലേക്കൊക്കെ പോകും കൊടുക്കും അല്ലെ. അപ്പൊ ഇന്നൊക്കെ അതിന് കുറെ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇതുപോലെ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽസിലും ഗ്ലാസ് മെറ്റീരിയൽസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ലീക്കേജുകൾ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി ഇറ്റ് ഷുഡ് ബി ടേക്കൺ പ്രിക്കോഷൻസ്, അതിന് പ്രത്യേകം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ് വരെ നമ്മൾ പറഞ്ഞുള്ളൂ. 3 പോയിന്റേ പറഞ്ഞുള്ളൂ. ബോഡി ആൻഡ് ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന അതിന്റെ മാനേജ്മെന്റ് ആണ്. അത്ര വരെ വായിച്ചൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ.